ആവിയിൽ വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് നല്ല വറുത്ത ഫൈൻ ആയിട്ടുള്ള പച്ചരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. 3/4 കപ്പ് തേങ്ങ ചിരകിയതും 8 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ സാധാരണ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു അരപ്പും കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഇതുപോലെ കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടായി വന്നതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാം. ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 150 ഗ്രാമാണ് ഉള്ളത്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ചതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ രുചി ശരിക്കും കൂടുന്നത്. ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കുക. കൂടെ തന്നെ അവസാനമായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ടിപ്പോൾ ഞാൻ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം 9 ഉരുളകളാണ് എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ കിട്ടിയിരിക്കുന്നത്. അതിന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സാധാരണ കുഴക്കട്ടക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നടുഭാഗത്തേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുത്ത് എല്ലാ ഭാഗവും പിടിച്ച് ഒന്ന് നന്നായിട്ട് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ക്രാക്ക് ഇല്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും അവസാനമായിട്ട് ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത് തേങ്ങയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നതും കൂടി ഉണ്ട്. ഉണ്ടപ്പുട്ട് ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. തേങ്ങയിൽ നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കൈവച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി. അതവിടെ നിന്നോളും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റീമറിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സ്റ്റീമർ ഞാനിവിടെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.